ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് കേട്ടോ. നിങ്ങളവർക്ക് എൻ്റെ ഈ കഥ ഇത്രയും ദിവസമായിട്ട് തീർന്നില്ലെന്ന്. കുറേ വർഷം ഞാൻ അവിടെ പഠിച്ചതല്ലേ, അതുകൊണ്ട് കഥ അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു തീരുന്നുമില്ല. അപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ 8ാം ക്ലാസ് മിഡിൽ സ്കൂളുകാർ 8ൽ അല്ല, മിഡിൽ സ്കൂളിൽ നിന്ന് 8ലോട്ടായല്ലോ. ഹൈസ്കൂൾ 8, 9, 10 ഹൈസ്കൂളാണല്ലോ. അപ്പോൾ ഹൈസ്കൂളിലെത്തുക എന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് കേട്ടോ. പെട്ടെന്ന് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അങ്ങ് ഹൈസ്കൂളിൽ എത്തിയാൽ മതിയെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കഴിയുന്നത് മിഡിൽ സ്കൂളിൽ. കാരണം എന്നാന്ന് ചോദിച്ചാലുണ്ടല്ലോ, ഹൈസ്കൂളിൽ ചെല്ലുമ്പോഴുണ്ടല്ലോ കുറച്ച് പ്രൈവസി ഉണ്ട്. അപ്പോൾ 4ാമത്തെ നിലയിൽ ഹൈസ്കൂളുകാർക്ക് റൂമുണ്ട് കേട്ടോ. 10 റൂമുണ്ട്, അല്ല 3 റൂമുണ്ട്. അതിനകത്ത് ഒരു റൂമിൽ 10 കുട്ടികൾ, അങ്ങനെ 3 റൂമിൽ 30 കുട്ടികൾ. അവിടെ തികയാതെ വരുന്ന കുട്ടികളെ താഴെ ഫ്ലാറ്റിനകത്തോട്ട് വിടുവേ. ഫ്ലാറ്റിലും പിന്നെ ഫ്ലാറ്റിന് കഥകൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മിഡിൽ സ്കൂളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും എല്ലാം ഫ്ലാറ്റെല്ലാം തുറന്നു കിടക്കുന്നതാണ്. ഈ ഹൈസ്കൂളിലെ പിള്ളേരുടെ ഫ്ലാറ്റിൻ്റെ ഫ്ലാറ്റിന് മാത്രം കഥകുണ്ട്. അത് നല്ല ചില്ലൊക്കെ ഇട്ട് നല്ല ആഡംബരമായ വലിയ കഥകൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ഈ ചില്ലിനകത്തൂടെ ഞങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞു നോക്കും കേട്ടോ. ഈ കൊച്ചു പിള്ളേരൊക്കെ, ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരായിരുന്നു. അപ്പോൾ ഇവളുമാർ ഞങ്ങളെ അന്നേരം ഓടിച്ച് വിടുമായിരുന്നു. എന്നിട്ട് അവരുടെ ഫ്ലാറ്റ് അടച്ച് കുറ്റിയിടും കേട്ടോ. കുറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ അതിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കങ്ങ് ഏതാണ്ട് വലിയ ചേച്ചിമാർ കളിച്ച് ഇവളുമാർ അതുവഴി അങ്ങോട്ട് നടക്കുമ്പോൾ ഞങ്ങൾക്കും അങ്ങ് ഭയങ്കര ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ ഹൈസ്കൂൾ അങ്ങ് ആയി കിട്ടിയാൽ മതിയെന്ന്. അതേപോലെ ഹൈസ്കൂളുകാർക്ക് ഇവരുടെ ഫ്ലാറ്റിനകത്ത് കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മിഡിൽ സ്കൂളിലെ പിള്ളേർക്ക് കണ്ണാടിയൊന്നുമില്ല. ഞങ്ങൾ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന കുഞ്ഞു കണ്ണാടി വെച്ച മുഖമൊക്കെ നോക്കുന്നത്. അപ്പോൾ ഹൈസ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഇവർക്ക് കണ്ണാടിയുണ്ട്. പിന്നെ അലമാരിയൊക്കെ ഞങ്ങളെക്കാളും നല്ല അടിപൊളി അലമാരിയും എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഇച്ചിരി ഇതുണ്ട്. നല്ല രീതിയിലാണ് ഹൈസ്കൂളിലെ പിള്ളേർക്ക്. അതേപോലെ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് പുറത്തൊക്കെ കൊണ്ടുപോകും. പുറത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഈ പാർക്ക്, സുഭാഷ് പാർക്കിൽ, ചിൽഡ്രൻസ് പാർക്കിൽ, പിന്നെ രാജേന്ദ്ര മൈതാനിയിലൊക്കെ ഉണ്ടല്ലോ. ഈ പെന്തിക്കോസിലെ പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കാനൊക്കെ വരില്ല, കൺവെൻഷനൊക്കെ വരുമല്ലോ, കൺവെൻഷൻ. അന്നേരം ഇവരുടെ പ്രസംഗങ്ങൾ കേൾക്കാനും അതിനും ഇതിനൊക്കെ കൊണ്ടുപോകുവേ. അതേപോലെ ഉണ്ടല്ലോ, ഈ എല്ലാവരുടെയും പിന്നെ ഹൈസ്കൂളിലെ കുട്ടികൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവരുടെ കയ്യിൽ വല്ല പൈസയൊക്കെ വെക്കാനൊക്കെ പറ്റും. അത് എന്തിനാന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഡ്രസ്സൊക്കെ മേടിക്കാനോ ഒക്കെ മറ്റേ ബ്രോഡ്വേയിലൊക്കെ കൊണ്ടുപോകും ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട്, അന്ന് ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ഹൈസ്കൂളിലെ കുട്ടികൾക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് വർഷത്തിലാണെങ്കിൽ 2 പ്രാവശ്യമേ നാട്ടിൽ അവനവൻ്റെ വീടുകളിൽ പോകാൻ പറ്റുള്ളൂ. എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഓണത്തിനും ഒന്ന് വെല്ലുവിളിക്കും. അപ്പോൾ ക്രിസ്മസിന് പോകാനേ പറ്റത്തില്ല കേട്ടോ. കാരണം ഇത് അമേരിക്കക്കാരുടെ സ്ഥാപനമായതുകൊണ്ട് ഇവർ ക്രിസ്മസ് ഭയങ്കര അടിച്ച് തകർത്ത് ഭയങ്കര വലിയ ആഘോഷമാണ് കേട്ടോ. അതുകൊണ്ട് ക്രിസ്മസിന് ആരെയും വിടത്തില്ല. ഓണത്തിനും പിന്നെ വെല്ലുവിളിക്കും പോകാം. അപ്പോൾ ഓണത്തിന് പോകേണ്ടവർക്ക് പോകാം, അല്ലാത്തവർ അവിടെ ഓണം ആഘോഷിക്കും. അങ്ങനെ ഓണം ആയാലും ഭയങ്കര തകർപ്പൻ ആഘോഷങ്ങളൊക്കെ ആയിട്ട് പായസം വെക്കുകയും നല്ല എങ്ങനെ എല്ലാവരും ഓണം ആഘോഷിക്കണം, അതേപോലെ അവിടെ ഓണം ആഘോഷിക്കും. ഞാനാണെങ്കിൽ എന്നെ എല്ലാ വർഷവും ഓണത്തിന് എൻ്റെ അമ്മയുടെ അനിയത്തി പെരുമ്പാവൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മാമ്മയെന്നാണ് വിളിക്കുന്നത്. അമ്മാമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകും. പക്ഷേങ്കിൽ പത്തനംതിട്ടയിലോട്ട് പോകാൻ എന്നെ സമ്മതിക്കത്തില്ല. എന്നോട് പറയും, നീ പത്തനംതിട്ട പോകുന്നു വേണ്ട, പാറപ്പുറത്ത് പോയി കരിഞ്ഞുണങ്ങി വരാൻ വേണ്ടിയിട്ട് പോകുന്നു വേണ്ടെന്ന് പറഞ്ഞ് എന്നെ വിടത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനും പോകാറുമില്ലായിരുന്നു. അതേപോലെ ഞാനൊക്കെ പഠിക്കുമ്പോഴാണെങ്കിൽ സാറ്റർഡേയിലൊന്നും സ്കൂളില്ല. ഫ്രൈഡേ വരെയല്ലോ, വെള്ളിയാഴ്ച വരെയല്ലേ ഉള്ളൂ ക്ലാസ്. അപ്പോൾ ശനി ഞായറെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം എന്താണെന്ന് ചോദിച്ചാൽ കിടന്നുറങ്ങുക എന്നുള്ളതാണ്.
ഞാനും എന്നെപ്പോലെ കുറേ ഉറക്കക്കാരികളുണ്ട്. ഞങ്ങളൊക്കെ ആണെങ്കിൽ ശനിയാഴ്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഞങ്ങളുടെ പ്ലേറ്റ് ഡൈനിങ് ടേബിളിൽ നിന്ന് ഇറക്കി. അപ്പോൾ ആഹാരം ഇപ്പോൾ ആർക്കെങ്കിലും തോന്നുവാ എനിക്കിന്ന് ഉച്ചക്കത്തെ ഭക്ഷണം വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ അവർക്ക് ഈ ടേബിളിൽ വെച്ചിരിക്കുന്ന പ്ലേറ്റ് എടുത്ത് ഇറക്കി അവരിയ്ക്കുന്ന ബെഞ്ചിൽ വെക്കുക. അപ്പോൾ ബെഞ്ചിലിരിക്കുന്ന പ്ലേറ്റ് കാണുമ്പോൾ അവർക്കറിയാം ഈ ആൾക്ക് ഇന്ന് ആഹാരം വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനും കുറേ ഉറക്കക്കാരികളുണ്ട്. ഞങ്ങളാണെങ്കിൽ ശനിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ കഴിക്കത്തേ ഇല്ല. ഉച്ചയ്ക്കും കഴിക്കുകയില്ല, രാത്രിയിലും കഴിക്കുകയില്ല. ചില ദിവസങ്ങളിൽ ഞങ്ങൾ പ്രയറിനും പോകുമല്ലോ, മൊത്തം ഡേയും നൈറ്റും കിടന്നങ്ങ് ഉറങ്ങുമങ്ങ്. പിന്നെ ഞായറാഴ്ച സൺഡേ വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പള്ളിയുണ്ടല്ലോ, ഞായറാഴ്ച സൺഡേ പ്രാർത്ഥനയുണ്ട്, അതിന് പോയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റേ പറ്റുള്ളൂ. പിന്നെ രാവിലെ ഒന്നും കഴിക്കാതെ ഞങ്ങൾ പ്രയറിന് പോകുന്നു. പിന്നെ ഉച്ചയ്ക്ക് വന്ന് ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പോയി കിടന്നുറങ്ങും. അങ്ങനെ ശനി ഞായർ ഞങ്ങൾ ഉറങ്ങി തീർക്കും അങ്ങനെ. അപ്പോൾ അതേപോലെ ഹൈസ്കൂളുകാർക്ക് പിന്നെ ഉള്ള വേറൊരു ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് സോപ്പൊക്കെ കൊണ്ടുവരാം. ഞങ്ങൾക്ക് അവിടെ നിന്ന് ലൈഫ് ബോയ് സോപ്പില്ലേ, പണ്ടത്തെ ലൈഫ് ബോയ് സോപ്പായിരുന്നു കിട്ടുന്നത്. അപ്പോൾ ഹൈസ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഷാമ്പു കൊണ്ടുവരാം, വീട്ടിൽ നിന്ന് സോപ്പ് കൊണ്ടുവരാം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പാഡൊക്കെ കൊണ്ടുവരാം, അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ അതേപോലെ പിന്നെ ഞങ്ങൾക്കുണ്ടല്ലോ ബാക്കിയുള്ള കുട്ടികളെല്ലാം. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കുറച്ച് പണി ചെയ്യണം കേട്ടോ ഹൈസ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ. അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്റ്റെപ്പ് കഴുകണം, ആഴ്ചയിലൊരിക്കൽ ഞായറാഴ്ച സ്റ്റെപ്പ് കഴുകണം. ഞങ്ങൾ ഡൈനിങ് ഹാള് കഴുകണം. പിന്നെ കഴുകാൻ എന്തുവാ, പൈപ്പ് കൊണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് ഒരാൾ ചൂലും കൊണ്ട് ഇങ്ങനെ ഇട്ടാക്കും. നന്നായിട്ടൊന്നും കഴുകത്തൊന്നുമില്ല. ഡൈനിങ് ഹാളും പ്രെയർ ഹാളും ഒക്കെ കഴുകണം കേട്ടോ. ഇതൊക്കെ കഴുകണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഉല്ലസിച്ച് ഏതാണ്ട് വലിയ സ്വർഗം കിട്ടിയ പോലെ ഞങ്ങൾ തുള്ളിച്ചാടി പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ സോപ്പെല്ലാം പതിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളുടെ ദേഹത്തും മറ്റൊരാളുടെ ദേഹത്തും എറിഞ്ഞും, അതേപോലെ പൈപ്പെല്ലാം ചീറ്റിച്ച് എല്ലാവരുടെയും ദേഹത്ത് വെള്ളം ഒഴിക്കുക, അതൊക്കെ ഞങ്ങളുടെ പരിപാടി. അന്ന് പിന്നെ അങ്ങ് അടിച്ച് തകർക്കുമെന്ന് ഞങ്ങൾ. ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക്. പിന്നെ അത് കഴിഞ്ഞാലുണ്ടല്ലോ കുളി നനയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും സ്റ്റഡിക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾ വലിയ ആൾക്കാരാണെന്നുള്ള ഭാവത്തിലും മട്ടിലും ഒക്കെയാണ്. കാരണം ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് പോകുന്നത് മിഡിൽ സ്കൂളിലെ പിള്ളേരുടെ ഫ്ലാറ്റിൻ്റെ അതുവഴിയാണല്ലോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വലിയ കാലത്ത് ഡൈനിങ് ഹാളൊക്കെ കഴുകി വലിയ സീനിയർ ചേച്ചിമാർ ആണല്ലോ ഞങ്ങൾ. അപ്പോൾ അടിച്ച് പൊളിച്ച് അങ്ങ് ഭയങ്കര ഗമയിലൊക്കെയാണ് വരുന്നത്. കാരണം ഞങ്ങളുടെ മുമ്പിലും ഞങ്ങളുടെ സീനിയർമാർ ഇതല്ലേ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി വലിയ വെയിറ്റൊക്കെ ഇട്ടിട്ടൊക്കെ വന്നത്. പിന്നെ അതേപോലെ ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ ഒരു സുലേഖ എന്ന് പറയുന്നൊരു കൊച്ചുണ്ടായിരുന്നേ. സുലേഖ ഒരു ബഡായി ബംഗ്ലാവായിരുന്നേ. എന്താണെന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ ഇവളങ്ങ് കള്ളത്തരവേ പറയുള്ളൂ. നാവെടുത്താൽ കള്ളവേ പറയുള്ളൂ. നാവ് വളച്ചാൽ അവൾ കള്ളം പറയാനേ വാ വിളിക്കുകയുള്ളൂ. അങ്ങനെ കള്ളമെന്ന് പറഞ്ഞാലുണ്ടല്ലോ അങ്ങനത്തെ കള്ളമൊന്നുമല്ല, ഓരോരോ കഥകൾ ഇങ്ങനെ കെട്ടിച്ചമയ്ക്കാനായിട്ട് ഭയങ്കര എക്സ്പേർട്ടായിരുന്നു അവൾ. എന്താ പറയുന്നതെന്ന് പറയുമ്പോൾ കള്ളം. ഉർവശി ഞങ്ങളുടെ ബന്ധക്കാരായിരുന്നു. ഉർവശി കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു അവർക്ക് ആഹാരമൊക്കെ കൊടുത്തത്. പിന്നെ അതേപോലെ മോഹൻലാൽ, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മറിച്ചവരാ എത്ര സിനിമാ നടന്മാരും നടിമാരും ഉണ്ട്. അവരുടെ എല്ലാം പേര് പറഞ്ഞിട്ട് അവളുടെ ബന്ധക്കാരാന്നൊക്കെ ഇങ്ങനെ അവൾക്ക് എന്നും ഓരോരോ കഥകളുണ്ട് കേട്ടോ. ബഡായി പറയാൻ നമ്പർ 1 ആയിരുന്നു സുലേഖ. അങ്ങനെ സുലേഖ ഞാൻ മിക്കവാറും ഓർക്കാറുണ്ട്. അതേപോലെ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒരു കൊച്ചുണ്ടായിരുന്നു, മേരിമിനി എന്ന് പറയുന്നൊരു കൊച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അങ്ങനെ പുറത്തൊന്നും പോകാനുള്ള പെർമിഷനൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ കൂട്ടം തെറ്റി അങ്ങനെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് അവരറിയുകയും ചെയ്യും. എങ്ങനെ അറിയുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല, പക്ഷെ അവരറിഞ്ഞിരിക്കും അത്. അതുകൊണ്ട് അങ്ങനെ ആർക്കും അങ്ങനെ കൂട്ടം തെറ്റി പുറത്ത് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കാനോ ഒന്നും പറ്റത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും അവിടുത്തെ റൂൾസ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അപ്പം തന്നെ പറഞ്ഞു വിടും അവിടുന്ന്. അങ്ങനെ അവിടുത്തെ കാര്യം. അതുകൊണ്ട് പഠിപ്പൊക്കെ പകുതിയാകുമ്പോൾ പോകത്തില്ല. അതുകൊണ്ട് ആരും അങ്ങനെ കുറ്റങ്ങളൊന്നും ചെയ്യാനൊന്നും പോകത്തൊന്നുമില്ല. ഒരു മേരിമിനി എന്ന് പറയുന്ന ഒരു കൊച്ച് പാവം, ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്കങ്ങ് സങ്കടം വരും. അവളാണെങ്കിലുണ്ടല്ലോ അവളുടെ കയ്യിൽ എങ്ങനെ പൈസ അവളുടെ കയ്യിലുണ്ടായിരുന്നേ. അവൾ ഈ പൈസ ചെറിയ പൈസ ക്രിസ്മസ് കാർഡില്ലേ, ആ ക്രിസ്മസ് കാർഡിന് എത്ര രൂപയാണ്, 2, 3, 5 രൂപ എങ്ങാണമായിരിക്കും. ഇവളൊരു ക്രിസ്മസ് കാർഡ് മേടിച്ചിട്ട് ഇവളുടെ കൂട്ടുകാരിക്ക് എങ്ങാണ്ട് അയക്കാൻ വേണ്ടിയിട്ട് ഇവൾ
പച്ചാളത്ത് പഠിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ടിഫിൻ കഴിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഹൈസ്കൂളിലായതുകൊണ്ട് അന്ന് അണ്ടാവ് പാത്രമായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നും കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇവൾ ആ സമയം നോക്കി എങ്ങനെയോ ഇവൾ പുറത്ത് പോയി ഒരു ക്രിസ്മസ് കാർഡ് മേടിക്കാനായിട്ട് പോയി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളാരും ഇത് അറിയുന്നില്ല കേട്ടോ. ആർക്ക് വേണ്ടിയാണ് മേടിച്ച് അവർക്ക് അയക്കുകയും ചെയ്ത കാർഡ്. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസമാണെങ്കിലുണ്ടല്ലോ ഞങ്ങളുടെ സാറ് വന്നേ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം 6 മണിക്കത്തെ പ്രെയർ നടന്നുകൊണ്ടിരിക്കുക. പ്രെയർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സാറ് പ്രെയർ ഹോളിലോട്ട് കയറി വന്നപ്പോൾ എല്ലാവരും അങ്ങ് നിശബ്ദമായി. അപ്പം സാറ് ചോദിച്ച് നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 200-300 പിള്ളേരുണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാ പിന്നെ സ്കൂളിൽ നിന്ന് പുറത്ത് പോയെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഞങ്ങൾ പോയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ സാറ് പറഞ്ഞ് പോയ ഒരാൾ ഇതിനകത്തുണ്ട്, ആളാരാന്ന് ആൾക്കറിയാം, എഴുന്നേറ്റ് നിൽക്കുന്ന ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ്. അപ്പോഴാണെങ്കിൽ പെയ്യെ മേരിമിനി എഴുന്നേറ്റ് അത്രയും ഹോളിൻ്റെ മധ്യത്തിൽ എഴുന്നേറ്റ് അങ്ങ് നിന്ന് കേട്ടോ. അപ്പോഴെല്ലാവരും ഓർത്തു അയ്യോ ഇവളെപ്പോഴാ പിന്നെ പുറത്ത് പോയേ എന്നുള്ള മട്ടിൽ ബാക്കിയുള്ള പിള്ളേരെല്ലാം ഇവളെ തന്നെ നോക്കാൻ തുടങ്ങി. ചേടാ ഇവളെങ്ങനെ പോയി, എങ്ങനെ പറ്റിച്ച്, എങ്ങനെയുള്ള ആ ഒരു ആകാംക്ഷയിൽ എല്ലാവരും ഇവളെ നോക്കാൻ തുടങ്ങി. അങ്ങനെ പാവം എഴുന്നേറ്റ് നിന്ന് കേട്ടോ. എഴുന്നേറ്റ് നിന്നപ്പോഴത്തേക്കിനും സാറ് അപ്പം നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേച്ചിയോട് പറഞ്ഞ കത്രികയും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞേ. അപ്പോൾ ചേച്ചി വലിയ നമ്മുടെ ഈ മറ്റേ ഒരു സൈസ് കത്രികയില്ലേ, വലിയ കത്രിക, അതെടുത്തുകൊണ്ട് വന്നിട്ട് സാറ് മേരിമിനിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ ഇവളുടെ മുടിയുണ്ടല്ലോ, എന്ത് മുടിയാണെന്നറിയാമോ, നല്ല പിടിച്ചാൽ കയ്യിൽ കിട്ടത്തില്ല, അതേപോലത്തെ മുടി, കമ്പി പോലെ ഇരിക്കുന്ന മുടിയാണ്. നമ്മളവർക്ക് സ്ട്രെയിറ്റ് ചെയ്തതാണ്. ഷാമ്പൂ ഒക്കെ ഇടുമ്പോൾ നല്ല സൂപ്പർ അവളുടെ മുടി കാണാൻ. അങ്ങ് കുണ്ടിക്ക് താഴെ മുട്ടിൻ്റെ അവിടെ വരെ അവൾക്ക് മുടി ഉണ്ടായിരുന്നു. നല്ല നീളമുള്ള കൊലുന്നനെ വണ്ണമൊക്കെ ഉള്ള നല്ല മുടിയായിരുന്നു. എന്തോ മുടിയായിരുന്നു മുടി കാണാൻ. എന്നിട്ട് സാറ് പറഞ്ഞ് എന്നിട്ട് അവളിങ്ങനെ സാറ് 2 വശത്തുനിന്ന് അവളുടെ മുടിയെടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് അവളോട് തന്നെ പറഞ്ഞു ഇവിടം വെച്ച് വെട്ടിക്കളയാനായിട്ട്, ചെവിയുടെ അവിടെ വെച്ച് വെട്ടിക്കളയാൻ പറഞ്ഞു. അയ്യോ പാവം ആ പെണ്ണ് പിന്നെ കത്രിക കൊണ്ട് അവളുടെ മുടി അവൾ തന്നെ വെട്ടിക്കളഞ്ഞു. അയ്യോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങളെല്ലാം അങ്ങ് കരഞ്ഞു കേട്ടോ. കണ്ടുകൊണ്ടിരുന്ന ആർക്കും കരയാതിരിക്കാൻ കഴിയുമോ? ഇത്രയും നല്ല മുടികൾ, എന്തോ നീളമുള്ള മുടി അവൾ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് പാവം ചെവിയുടെ അവിടെ വരെ വെച്ച് മുടി അങ്ങ് വെട്ടിക്കളഞ്ഞു. അവളെ കൊണ്ട് തന്നെ വെട്ടിപ്പിച്ചു കേട്ടോ. ആരും വെട്ടിക്കൊടുത്തല്ല, അവളോട് പറഞ്ഞ് നീ തന്നെ നിൻ്റെ മുടി വെട്ടാൻ പറഞ്ഞു. അങ്ങനെ അവൾ വെട്ടിക്കഴിഞ്ഞ് മുടി പോയപ്പോഴത്തേക്കിന് പാവം കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴത്തേക്കിന് വലിയൊരു ചൂരലെടുത്തുകൊണ്ട് കൊണ്ടുവന്നു. ചൂരലെടുത്തുകൊണ്ട് വന്നിട്ട് ഈ ചൂരൽ അവളുടെ കയ്യത്തിന് അവളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ് അടിക്കാൻ പറഞ്ഞു തന്നെത്താനെ. അങ്ങനെ അവളെ തന്നെ 10 അടി അടിക്കണമെന്ന് പറഞ്ഞു. പാവം അവളെ തന്നെ 10 അടി അടിച്ച്. ആദ്യമൊന്നും അവൾക്ക് അടിക്കാൻ വയ്യായിരുന്നല്ലോ. പിന്നെ അവൾ സർവ്വശക്തിയും എന്തൊക്കെയോ സംഭരിച്ച് അവൾ തന്നെ അവളെ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് കാലെല്ലാം ചുമന്ന് അങ്ങ് വലിയ നീര് പിടിച്ചിരിക്കുമായിരുന്നു ഒരു 2-3 ആഴ്ചത്തേക്കിന്. കാരണം അവൾക്ക് ആ ദേഷ്യത്തിൽ അവളുടെ സർവ്വശക്തി എടുത്ത് അവളിപ്പോൾ ആദ്യം 1-2 അടി അടിച്ചപ്പോഴത്തേക്കിനുണ്ടല്ലോ അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ സാറ് പറഞ്ഞു ഒത്തിരി നന്നായിട്ട് ഉറക്കെ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് അവൾ അഭിമാനിതയാകുമല്ലോ. ആ ദേഷ്യത്തിൽ അവൾ നന്നായിട്ട് അടിച്ച് 10 അടി അടിച്ച്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കാണ് ഇപ്പോഴും പാവം കൊച്ചെവിടെ ആയിരിക്കും ഇപ്പോൾ അങ്ങ് സങ്കടം വരുന്നു. അത് ഇപ്പോഴും ഇതൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കത്തില്ല ഞാൻ ഓർക്കുന്ന പോലെ എന്നൊക്കെ ഞാനിപ്പം വിചാരിക്കും. അതേപോലെ പിന്നെ ഒരു പ്രാവശ്യമാണെങ്കിൽ പിന്നെ ഞങ്ങളെ കപ്പലിൽ കയറ്റാനും പിന്നെ ഹെലികോപ്റ്ററൊക്കെ എവിടുന്നാന്നറിയില്ല, ഇവരുടെ ആയിരിക്കും ആരുടെയാണെന്നറിയത്തില്ല, ഹെലികോപ്റ്ററിലൊക്കെ കയറാനൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാനാണെങ്കിൽ ഒരു പ്രാവശ്യം പിന്നെ ഹൈസ്കൂളിൽ പഠിക്കുന്ന അവിടെ ഇവർക്ക് കപ്പ കൃഷിയുണ്ട് കേട്ടോ. കപ്പ കൃഷി. അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ആകുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം പ്രെയർ നടക്കുമ്പോൾ ചോദിക്കും നാളെ വാഴക്കാലയെന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ കപ്പ കൃഷിയുള്ളത്. അപ്പോൾ ചോദിക്കും വാഴക്കാലയിൽ ആർക്കെങ്കിലും പോകാൻ ഇഷ്ടമുള്ളവർ കൈവെക്കാൻ പറയും. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ലേ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ. ആരെങ്കിലും വേണ്ടാന്ന് പറയുമോ? ഞങ്ങളെല്ലാവരും കൈവെക്കും. ഹൈസ്കൂളിൽ എത്ര പിള്ളേരുണ്ടോ എല്ലാവരും കൈവെക്കും. അങ്ങനെ ഞങ്ങളെ വാഴക്കാലയിൽ കപ്പയ്ക്ക് കാട് പറിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊണ്ടുവരണം. അതൊക്കെ ഞങ്ങൾ ഭയങ്കര ആഘോഷമായിട്ടാണ് കൊണ്ടാടുന്നത്. ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ഉത്സാഹമാണ്. കാരണം അവിടെ അതുവഴിയെല്ലാം കറങ്ങി നടക്കുകയൊക്കെ ചെയ്യാമല്ലോ. പുറത്ത് പോകാൻ കിട്ടുന്ന ഒരു അവസരം ഞങ്ങൾ ഒരിക്കലും വേണ്ടാന്ന് വെക്കാറില്ലായിരുന്നു. പോകാൻ ഇഷ്ടമില്ലാത്തവർ
പോകുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ അനാഥശാല ജീവിതമെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുക. പിന്നെ വേറെ ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ പറയാനായിട്ട്? ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും എൻ്റെ ബൈ.